ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ഗെയിമായിട്ട് വന്നിട്ടുണ്ട്. കാർ മെക്കാനിക് സിമുലേറ്റർ 2021 എന്നാണ് ഗെയിമിൻ്റെ പേര്. കളിച്ചെല്ലാവരും പറഞ്ഞത് ഈ ഗെയിം കുറച്ച് പണിയാണ് കളിക്കാനെന്നാണ്, ഭ്രാന്ത് പിടിക്കും എന്നാണ് പറഞ്ഞത്. എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കെന്തായാലും ഗെയിമിലോട്ട് കടക്കാം. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഇതിനു മുമ്പ് ഒരു സിനിമാറ്റിക് ഒക്കെ ഉണ്ടായിരുന്നു, നൈസ്. അത് മിസ്സായിപ്പോയി. ഞാൻ വരുന്ന വീഡിയോയിൽ എപ്പോഴേലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കാണിക്കാം. അപ്പോൾ നമുക്കതായാലും വീഡിയോട്ട് പോയിട്ട് കുറച്ച് ഭ്രാന്ത് പിടിക്കാം. നല്ല ഭ്രാന്ത് പിടിക്കുന്ന ഗെയിമാണെന്നാണ് പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ, ട്രൈ ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ നോർമൽ മതി കേട്ടത് വെച്ചിട്ട്. അയ്യോ, ആ ട്യൂട്ടോറിയലാണ് ഡെന്നി അടിച്ചത്. ഞാൻ എന്തോ ഡെന്നി അടിച്ച് അറിഞ്ഞൂടാ, എന്തോ പെട്ടെന്ന് പോയി കേട്ടാ. അപ്പോൾ ഗെയിമിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ. വെൽക്കം ടു കാർ മെക്കാനിക്സ് സിമുലേറ്റർ. ദിസ് ഈസ് യുവർ ന്യൂ ഗാരേജ്. ടേക്ക് കെയർ അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഓ, ഇത് നമ്മളെ ഗ്യാസ് സ്റ്റേഷൻ അല്ലേ? ഓട്ടോ റിപ്പയർ. അവിടെ പേരിടാൻ പറ്റില്ല. എല്ലാ പണിയും ചെയ്യണം നോട്ടോ. കാറിൻ്റെ A to Z പണി ചെയ്യണമെന്ന് തോന്നണേ. ഇത് ഇവിടെ പോകുമ്പോൾ അതൊന്നും പറയുന്നില്ലല്ലോ ആരും. ആഹാ, എവിടെ ഇതാണ് എൻ്റെ ഇതാകെ മെസ്സായി കിടക്കുവാണല്ലേ. ഒരു വൃത്തിയില്ലല്ലോ ഇവിടെ. ആകലമ്പ്. മറ്റേ മെഷീനല്ലേ ടയറ് അലൈൻമെന്റ് ചെയ്യണ മെഷീന്. ഇത് മറ്റേ ടയർ വെറുത്തിരിക്കണ മെഷീന്. സ്പ്രിംഗ് പുള്ളറാ അതെന്തൊരു ടൂൾ ബോക്സ്. ഓയിൽ ഡ്രെയിൻ. ആഹാ, കൊള്ളാലേ. നീല മതി. ഓപ്പറേറ്റർ ആണോ അതിൽ? ഇന്റീരിയർ എന്താ? അതൊക്കെ എന്താണോ? നമുക്കിപ്പോ എന്താ ചെയ്യണ്ടെന്നും പറയുന്നില്ല ഇവര്. ഒന്നും എഴുതി കാണിക്കൊന്നുമില്ല. പോണേ. ഇതെന്താ? പൂർ ബ്രേക്ക് പെർഫോമൻസ്. പോയി കേട്ടോ എവിടക്കോ. പൂർ ബ്രേക്ക് പെർഫോമൻസ്. എടാ ബ്രേക്ക് ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റില്ലേ? ഡ്രൈവ് ദ കാർ. അങ്ങനെ വണ്ടി ഓടിക്കട്ടെ. എന്താ? ഓക്കട്ടെ, ബ്രേക്ക് നോക്കട്ടെ. ആദ്യം മെക്കാനിക്ക് വണ്ടി ഓടിച്ച് നോക്കണം. ആദ്യം തന്നെ ഞാൻ വണ്ടി ഓടിച്ചെടുക്കാൻ പോട്ടെ. അടിച്ച് നോക്കാൻ പോട്ടെ. ഇത് പണി കൂടുതലും. പണി കൂടും. ഇങ്ങനത്തെ സെറ്റിങ്സ് ഉണ്ടായിരുന്ന കോപ്പ്. ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലേ? ആരടി വണ്ടി ഓടിക്കുന്നത്? വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല ബ്രേക്കിന്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അകത്ത് കയറ്റി ഊരി നോക്കണം. ബ്രേക്ക് ഡിസ്ക്, ബ്രേക്ക് പാഡ് പോയിരിക്കണ്. ബ്രേക്ക് മൊത്തത്തിൽ കഴിക്കണില്ലത്. ഓക്കെ, ബാക്കിയൊന്നും കുഴപ്പമില്ല. അപ്പം എന്തായാലും വണ്ടി അകത്തോട്ട് കയറ്റാൻ പറ്റുമോ? അച്ഛനതിന്റെ ബ്രേക്ക് എവിടെ നിറക്കിയിട്ട് അറിയണം. വണ്ടി അകത്തോട്ട് കയറ്റണല്ല, വണ്ടി അകത്തോട്ട് കയറ്റണം. അങ്ങനെ തന്നെ. ഓക്കെ, അകത്തെത്തി. പൊക്ക് പൊങ്ങ്. പോന്നട്ടെ. കുറച്ചുകൂടെ. മതി. അയ്യോ, താവട്ടെ. മതി.
ആ കറക്റ്റ് വേണം. ആ എല്ലാം ഒരു ടൈം. ആ ഇതാണ് പോയിരിക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് വരണം ആദ്യം. ആ സ്ക്രൂ അങ്ങോട്ട് വരെ. ഈ ഡിസ്കാണ് പോയിരിക്കുന്നത്. അതെ. അയ്യോ ഇത് ചുവന്നിരിക്കുന്ന കേട്ടാ. അതങ്ങടുത്ത് മാറ്റിയേക്കാം. എല്ലാം ഇല്ലല്ലേ വണ്ടിയുടെ. വരണം. അതൊരു ഓ അങ്ങനെ. ഇപ്പൊ എന്താ ചെയ്യണ്ടാണോ ഇനി? ആ ഒന്നുമില്ലാന്ന്. പാർട്ട് മൗണ്ട് ഇത് ശരിയാക്കണ്ടേ? ഞാൻ എന്തൊക്കെ ഓരോരുത്തരുന്ന കേട്ടാ വണ്ടിമെന്ന്. ഇതൊക്കെ ഞാനിപ്പോ എവിടെ തിരിച്ചു വെക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ നിന്ന് എന്തോ ഓരോരുത്തരുന്നല്ല നേരത്തെ ഒരു ചെറിയ സൂന. ആ ചെറിയ സൂന എവിടുന്ന വന്ന്? ആ 85% ഉണ്ടാ സാധനത്തിന്. അതൊക്കെ എന്തിനാ ഞാൻ എടുക്കുന്നു? പാർട്ട് മൗണ്ട് 75% ഉണ്ടോ ബ്രേക്ക് പാഡ്? 76%. ഓക്കെ. ഓക്കെ ഓൾ സെറ്റ്. എല്ലാം ശരിയെന്ന് വിചാരിക്കാം. ഞാനൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. ശുഭപ്രതീക്ഷ. എല്ലാം നന്നായി വരും. ഡ്രൈവർ വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. നീ ഈ സൈഡിൽ തന്നെ അല്ലേ പ്രശ്നം? ഈ സൈഡത്തും കൂടെ ഒന്ന് നോക്കാം. ഒരു മിനിറ്റ്. വേണ്ട വേണ്ട, വെറുതെ 5 മണിയാക്കണ്ട വണ്ടി. അടഞ്ഞോ. കാർ സ്റ്റാറ്റസ് ഞാനൊന്നും മാറ്റിയിട്ടില്ല ഇതുവരെ. പൂർ ബ്രേക്ക് പെർഫോമൻസ്. ABS പമ്പ് പാർട്സ് ടു ഫിക്സ്. ABS പമ്പ്, ബ്രേക്ക് കാലിപ്പർ, ബ്രേക്ക് ഡിസ്ക്. ഇതൊക്കെ 76% ഉണ്ടായിരുന്നല്ലേ? അത് ഞാൻ നോക്കിയത്. അവിടെ ബാക്ക് ബ്രേക്ക് അടഞ്ഞു. ബാക്കിൽ ബ്രേക്ക് ഉണ്ടാവുമല്ലേ? എൻ്റെ ഗ്യാസ് സ്റ്റേഷനിൽ മെക്കാനിക് പണി എന്ത് എളുപ്പമായിരുന്നു അറിയോ? ഇതൊരു ബ്രേക്ക് പാഡ് കേട്ടാ. ഇതൊക്കെ എന്താ? ഇതൊക്കെ ഇവിടുന്ന് ഒരിടത്തതാ? ടയർ മറ്റു സാധനങ്ങളോ ആയിരിക്കും. അതിന് കുഴപ്പമില്ല. കാർ സ്റ്റാറ്റസ്. ബ്രേക്ക് പാഡ് എങ്ങനെ പുതിയ വെക്കുക? ഉണ്ട്. ഇരിക്കട്ടെ. ഇത് മാറ്റണല്ലോ. പുതിയ പാർട്സ് എവിടുന്ന് കിട്ടും? അത് വേണ്ട. പുതിയ സാധനം വെക്കണം. ഇതല്ലടാ. ഷോപ്പിംഗ് ലിസ്റ്റ്. ഞാൻ ആദ്യം അത് ഫിറ്റ് ചെയ്തിട്ട് വാങ്ങിട്ട് വരണ.
നോക്കട്ടെ ഏട്ടാ. ഇതുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഷോപ്പിംഗ് ലിസ്റ്റിൽ പോയിട്ട് പോയാ അവിടെ ഇതിപ്പോ തേഞ്ഞ ബ്രേക്കാടാ. അവിടെ പുതിയ ബ്രേക്ക് വിടറ നീ. ഞാൻ എവിടെ പോയിട്ടാ വാങ്ങിക്കുക? അതും കൂടി ഒന്ന് പറഞ്ഞു തരുമല്ലേ? ഇവിടുന്ന് എവിടുന്നല്ലോണ? ഓ ഷിറ്റ്, ഞാൻ ഇവിടെ വന്ന സാധനം വാങ്ങിക്കണായിരുന്നു. വല്ലാത്ത പ്രശ്നമാണല്ലോ അത്. എന്തൊക്കെ വാങ്ങിക്കേണ്ടത്? ഈ കാറിന് എന്തൊക്കെയാ മാറ്റേണ്ടത്? ഇപ്പോഴല്ലേ മനസ്സിലായത്. ABS പമ്പ്, കാലിബർ, ഡിസ്ക്, ബ്രേക്ക് പാഡ്, ബ്രേക്സ് ഡിസ്ക്, പമ്പ്, കാലിബർ, ഡിസ്ക് വെന്റിലേറ്റഡ് പാഡ്. എന്തൊക്കെയായിരുന്നു? അയ്യോ അവിടെ ഒന്ന്. ഇത് വേണ്ട. ഇത് വേണം. ഒന്ന് ബ്രേക്ക് പാഡ്, 1 2 1 2 3 4 5 സാധനം നമ്മൾ വാങ്ങിയത്. 5 സാധനമാണോ മാറ്റേണ്ടത്? 6 സാധനം ഉണ്ടല്ലോ. ഡിസ്ക്, കാലിപ്പർ ഞാൻ വാങ്ങിയില്ലേ? കാലിപ്പർ ഞാൻ വാങ്ങിയല്ലോ. ഡിസ്ക് ഞാൻ വാങ്ങിയില്ല. എന്തായാലും പോട്ടെ. പുതിയ സാധനം വന്ന്. ഇനി ഇവിടുത്തെ മാറിയ നോക്കട്ടെ. മാറ്റി ഒരെണ്ണം മാറിയട്ടാ. ബാക്ക് ടയർ ആവോ ഇനി? വല്ലാത്ത പ്രശ്നം കേട്ടാ. പറഞ്ഞ പോലെ പണിയാണ് കേട്ടാ ഇത്. ഇതൊരു മണിക്കൂറിന്റെ വീഡിയോ ആയിരിക്കും മിക്കവാറും. 12 പണി കഴിയുമ്പോൾ 1 മണിക്കൂറാവും. ഒരിക്കോ എന്നോട് ഇരിക്കുന്നു. എല്ലാം പോ. ഇനിയൊന്നുമില്ല. നെക്കിൾ കവർ. ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇരിക്കട്ടെ. അതിനും കുഴപ്പമില്ല. ഒന്നും വെക്കാൻ മറന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ വണ്ടിയുടെ? ഇതിനും കുഴപ്പമില്ല. പുതിയ ഡിസ്ക് കയറ്റി. ബ്രേക്ക് പാഡ് പുതിയത് കയറ്റി. പഴയത് മതി. കഴിഞ്ഞില്ലേ? ഇനിയെന്താ? ഫിറ്റ് ചെയ്യണ വണ്ടി ഇത്. ഇതിന് പോട്ടെ. അത് ഫിറ്റ് ചെയ്ത്. നോ പ്രോബ്ലം ഫോർ ടയർ.
ഓക്കെ, ഫുൾ സെറ്റ്. നോക്കട്ടെ. അവിടെ ബ്രേക്ക് പാഡ്. അയ്യോ, ബ്രേക്ക് പാഡ് ഞാൻ ബാക്കിത്തതാവോ? നോക്കട്ടെ കേട്ടാ. ഓ, ഇത് തുരുമ്പിടിച്ചിരിക്കുന്ന കേട്ടാ. ഇവിടെ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. ബ്രേക്ക് കാലിബർ ബാക്ക് എത്തതായിരുന്നു. ബ്രേക്ക് ഡിസ്ക് എടുത്തോ മാറ്റാണ്ട്. അവിടെ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് വെച്ചത്? എനിക്ക് ഒരു കാണിച്ചിരുന്നില്ലല്ലോ. അവിടെ ഒന്ന് പറഞ്ഞടാ. എയർ പമ്പ്. ഇങ്ങോട്ട് ഒരെടുത്താലോ? ഓ, എല്ലാം ഒരെടുത്താലോ? ഇഷ്ടപ്പെടുന്നില്ല വണ്ടിയുടെ ഒന്നും. ഈ വണ്ടി കണ്ട് പറഞ്ഞിട്ടല്ലേ. ബ്രേക്ക് പാഡ് ഇത് 2 വീണ്ടും മാറ്റാൻ പണിക്കുന്നത്. ഞാൻ പുതിയ ബ്രേക്ക് പാഡല്ലേ ഫ്രണ്ടിലിട്ടത്. ഈ വണ്ടിക്ക് എല്ലാ സാധനം പുതിയ ഇട്ട് കൊടുക്കാം. പുതിയ കൊടുക്കട്ടെ. ടയർ ഇടണ്ടിരുന്നല്ലേ. ഞാൻ പോണ്. ഈ വണ്ടി വേണ്ട. There is brake pads missing from the car. ഇവിടെ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ലേ? ഓ, ഇതാണോ ഏട്ടാ മാറ്റേണ്ടത്? കിട്ടിയ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലേ. പുതിയതല്ല, എന്നാലും ഇരിക്കട്ടെ. ഇത് എവിടേക്ക് പോകുന്നത് ഈ ക്യാമറാമാൻ? വെന്റി അത് മാറ്റിയല്ലേ ഓൾറെഡി അല്ലേ? അപ്പോൾ അത് പഴയ തന്നെ വെച്ചാൽ മതി. വീൽ ഹബ് ബിയറിംഗ് അതും പഴയ തന്നെ മതി. ബ്രേക്ക് പാഡ് പുതിയതില്ലേ? എടാ പഴയതൊക്കെ ഞാൻ വാങ്ങിയതൊക്കെ എന്തേ? ബ്രേക്ക് പാഡ് കുറച്ചെണ്ണം അങ്ങോട്ട് ഇരിക്കട്ടെ. പുതിയ ഇരിക്കട്ടെ. ഓക്കെ, കാലിപ്പർ മാറ്റാനില്ല, അപ്പം അതന്നെ വെച്ച് കൊടുത്താൽ മതി.
ഓക്കെ. ഡിസ്ക്, ബ്രേക്ക് ഡിസ്ക് എവിടുത്തതാ മാറ്റാനുള്ളത്? ഇനി ഒരു ബ്രേക്ക് പാഡും കൂടി മാറ്റാണ്ട്. അത് ഏത് സൈഡ് എടുത്തത്? അപ്പുറത്തെ വരൂലേ? ഫിറ്റ് ചെയ്ത് പാർട്ട് മൗണ്ട്. അവിടെ ഞാൻ എന്തെങ്കിലും വെക്കാൻ മറന്ന വണ്ടിമേ? ഞാൻ എന്തോ വെക്കാൻ മറന്നു തോന്നേട്ടാ. ഞാൻ എന്തോ വെക്കാൻ വിട്ടുപോയിട്ടുണ്ട് വണ്ടിമേ. ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവില്ലേ നിങ്ങക്ക്? എനിക്കും ഭ്രാന്ത് പിടിക്കുന്നു. ഇതെന്ത് മാങ്ങ ഇത്? അവന്റെ ഒരക്കത്തെ പാട്ടോ അതിന്റെ ഇടക്ക് കൂടെ. എന്തിനും വിട്ടുപോയാ? ഇത് വെറുതല്ല. ഓക്കെ, അത് സെറ്റ്. ഇനി എന്താ? ഇനി ഇവിടെ കൂടെ അല്ലേ നമുക്ക് ഊരി വെക്കാനുള്ളൂ. ഒരു വണ്ടി ചെയ്യുമ്പോ ഇത്ര ടൈമാ? ഈ ഡിസ്ക് തന്നെ മാറ്റേണ്ട. ഇത് കിട്ടിപ്പോയി. തുരുമ്പ് പിടിച്ചിട്ട് നോക്കിയ ഡിസ്ക്. പുതിയ ഡിസ്ക് ഇട്ട്. ഇവിടെയും പുതിയ പാഡ് ഇട്ട്. യെസ്, ABS പമ്പ്. അത് നമുക്ക് ലാസ്റ്റാ. അത് ഇവിടെ ഒന്നാവില്ല. എല്ലാം കഴിഞ്ഞു. സക്സസ്. എടാ മോനെ, നാളെ തീർത്ത്. ഈ ABSന്റെ പമ്പ് എവിടെയാണോ പോയി കണ്ടുപിടിക്കാൻ ഞാൻ? ABS മൊഡ്യൂള് ഇവിടെ ഒന്നല്ല. പൊക്കേണ്ടി വരിക്കും. നോക്കട്ടെ, പൊക്കി നോക്കട്ടെ. ABS പമ്പ്. താവ് ABS പമ്പ് ഇതിലുണ്ടോ? എക്സോസ്റ്റ് അല്ലേ? ABS പമ്പ്.
ഓ ഇത്ര അധികം മോഡലുണ്ട് കേട്ടാ. ഇത് ഭ്രാന്ത് പിടിക്കും കണ്ടോ. ദിസ് ഈസ് വൺ ഓഫ് ദ ഡിപ്രഷൻ ഗെയിമാണ്. വാട്ടർ പമ്പാ. സെർച്ച് ചെയ്യാനും പറ്റില്ലേ. ലൈസൻസ് പ്ലേറ്റ്. ട്യൂണിങ് കാർ പാർട്സ്. ഇതിനെന്താ പ്രശ്നം ബേബീസിന്റെ പബ്ബിന്? പറഞ്ഞു വിട്ടാലേ. ഈ ബേബീസ് പമ്പെന്നാ നിൽക്കാണ്ട് മനസ്സിലാവുന്നില്ല ഏത് പാകത്താന്ന്. എൻ്റെ ഉള്ളിലെ വണ്ടിയുടെ കഴിവിനെ ഞാൻ പുറത്തെടുക്കട്ടെ. വെയിറ്റ് ചെയ്യും. പോയി വാ. ABS പമ്പ് കണ്ടുപിടിക്കും ഞാനിന്ന്. കൊണ്ടിട അകത്ത് കയറിട്ടൊന്ന് അന്വേഷിക്കട്ടെ. ലിസ്റ്റ് ആരടാ? എന്ത് ലിസ്റ്റ്? എന്നാലിത് എവിടെ ഇരിക്കും? എവിടെ പോയാലും ഈ സാധനം കാണാൻ പറ്റും. ഒന്ന് നിരീക്ഷിച്ച് നോക്കിയാലേ. നിരീക്ഷിച്ച് നോക്കാം, അതാവും നല്ലത്. എല്ലാ പാർട്സും നമുക്കൊന്ന് കുറച്ച് നോക്കണം. കോഡിങ്ങും ABS പമ്പും തമ്മിൽ എന്താ ബന്ധം? ഈ എയർ ഇൻടേക്കിന്റെ എവിടെയെങ്കിലൊക്കെ ആയിട്ടായിരിക്കും അല്ലേ? അവിടെയും വിളിച്ചു പറയേണ്ടിയായിരിക്കും ഇനി. ഇവിടെ എവിടെയും ഉണ്ടാ? സൂക്ഷിച്ച് നോക്കിയൊക്കെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് യൂട്യൂബ് നോക്കാം. അതാണ് ഏറ്റവും നല്ലത് കേട്ടാ. അതാണാ ABS മൊഡ്യൂളാണോ? ഓ ഇത് ABS പമ്പ് കിട്ടി. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കുക. നോക്കേണ്ടി വന്നില്ല കേട്ടാ.
ABS പമ്പ്. പമ്പ് ആ ഇവിടെ സെർച്ച് ചെയ്തിരുന്ന. ഒരു മിനിറ്റ്, എൻ്റെ കയ്യിരിക്കുന്ന സാധനത്തിൻ്റെ പേരെന്താ? ABS പമ്പ് തന്നെയാണല്ലോ. അബ്സോർബറാ? എനിക്ക് തോന്നുന്നു വേറെ എന്തിനുണ്ട് അത്ത. ഇന്റീരിയർ ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഇല്ലല്ലേ? പമ്പ് അതിൻ്റെ അകത്തില്ല. ഓ റിമൊക്കെ നോക്കിയേ. എടാ അതിൻ്റെ അകത്ത് വെച്ചില്ല. ബട്ട് വൈ? ഇതൊക്കെ അവനോണ്ടൊരു സാധനമാണോ? ഓക്കെ. ആ എടാ ഇത് മാത്രം ഞാനിപ്പോൾ എവിടുന്ന് വാങ്ങിക്കോ? ഇതെവിടെ ഉണ്ടാവുന്നും കാണിക്കുന്നില്ല അല്ലേ? ABS പമ്പ് പോർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നീ? ഇത് ശരിയാക്കാൻ പറ്റുമോ? മെഷീൻ വല്ലതും അതിന് പറ്റുന്നതാണോ? ഏയ് ടൈമൊക്കെ ഉണ്ടായിരുന്നു ഇതിന്. തീർന്നണോ? എന്തായിരുന്നു? ABS മൊഡ്യൂളല്ല മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു സാധനമല്ല, അത് വേറെ കാര്യം. സ്ക്രോൾ ഇതില്ല. ഇല്ലാത്ത സാധനം വെച്ചിട്ട് ഞാൻ എങ്ങനെ വണ്ടി പണിയും? സാധനങ്ങൾ ഇവരുടെ എത്തിക്കണ്ടേ? തൽക്കാലം അതിന്റെ പോലെ വേറെ എന്തെങ്കിലും വെക്കാൻ പറ്റണോ? പാർട്സിൽ എന്നാണ്ട് തിരിച്ചുവിടാം തൽക്കാലം. സാധനം അങ്ങനെ തന്നെ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതേ ഇനി നടക്കുള്ളൂ. ഒറ്റ വഴിയുള്ളത് അതാണ് ഇനി. നമുക്കേ ഇനി ലുക്ക് വെച്ചിട്ട് നോക്കലല്ലേ വഴിയുള്ളൂ. ഇവരിഞ്ഞ് പേര് മാറ്റിയിട്ട് വല്ലതും കൊടുത്തിട്ടുണ്ടാണോ? എന്നാലും ഇതൊരു മാതിരി മറ്റടുത്ത പരിപാടിയായി പോയി കേട്ടാ. മോശം മോശം മോശം, വളരെ മോശം. കാർ മെക്കാനിക് മോശമായി. എനിക്ക് എല്ലാതും എടുത്ത് നോക്കണല്ലേ നീ.
ഇതിന്റെ അകത്തൊക്കെ കാണുന്ന ഒരു സാധനമാണല്ലേ. ഇതിനകത്തുണ്ടാ പ്രശ്നമാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഇല്ലാന്ന് തോന്നണ ഈ സാധനം. വെരി ലെങ്തി വീഡിയോ. ലൈവ് ഇട്ടാൽ മതിയിരുന്നല്ലേ. ഇത് ലൈവ് ഇടാം. പ്രശ്നമാണിത്. പമ്പ് കുറേണ്ട, പക്ഷേ ഇതിൻ്റെ അകത്ത് ABS പമ്പ് എന്നുണ്ട് സാധനം ഇല്ല. എന്നാലിതെങ്ങനെ ട്യൂണിങ് അപ്പം ഞാൻ എന്തായാലും ഇയാൾക്ക് വണ്ടി പമ്പില്ല എന്ന പേരിൽ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഇവർ പമ്പ് എനിക്ക് തന്നിട്ടില്ല. അല്ല അതന്നെ ABS പമ്പ് എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ സാധനം തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് യൂട്യൂബ് നോക്കിയേക്കാം. അല്ല പിന്നെ ഓട്ടോ ബാക്കിയുള്ള എല്ലാവർക്കും ഇതിൻ്റെ അകത്ത സാധനം ഉണ്ട്. പക്ഷെ നമുക്ക് മാത്രം ആ സാധനം ഇല്ല. പൊട്ടുപോയി. നമുക്കേ ആ സാധനം ഇല്ലാണ്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താലോ എനിക്ക്. ഓട്ടെ മച്ചാനെ, സോറി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മാറ്റിത്തരാം കേട്ടാ. ഓക്കെ സെറ്റ്. അപ്പം ഞാൻ അവളങ്ങ് പറഞ്ഞു വിടുവാണ്. അല്ല അങ്ങനല്ല, അത് വെച്ചു കൊടുത്ത്, ഇത് വെച്ചു കൊടുത്ത്, നമ്പർ ലൈറ്റ് വെച്ചു കൊടുത്ത്. ഞാനൊന്നുമില്ല, ടയറൊന്നും വെക്കാൻ വിട്ടുപോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ആ എല്ലാം കഴിഞ്ഞു. ഓൾ ഗുഡ്. വണ്ടി ഓടോണാവുന്നു എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. നമുക്കൊന്നും ചെയ്യണ്ട. നമുക്കിതെടുക്കുന്നു, ഇതെടുക്കുന്നു, ഫിനിഷ്. കാശ് കിട്ടി, അത്രയേ ഉള്ളൂ. പക്ഷെ നഷ്ടമാണല്ലോ. നോക്കട്ടെ. ആ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, കുഴപ്പമില്ല, നഷ്ടമല്ല. അതിനെത്ര ബ്രേക്ക് പാഡിന് എത്രയായിരുന്നു? ബ്രേക്ക് പാഡ് ആ 40. അപ്പം സീനില്ല, നമ്മളത് നഷ്ടമില്ല ലാഭമില്ല. കറക്റ്റ് എമൗണ്ടിൽ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ ലാഭം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയെന്നറിയാം, എൻ്റെ കുറേ മണ്ടത്തരങ്ങൾ ഉണ്ടെന്നറിയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ മെക്കാനിക്കായിട്ട് പഠിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ, ടാറ്റ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക,
നമുക്ക് കുറേ സംഭവമുണ്ട്. ഇനി പുറത്ത് പോയിട്ട് വണ്ടിയൊക്കെ നമുക്ക് തപ്പിയെടുത്തോണ്ട് വരാനുണ്ട്. ഗാർബേജ് വണ്ടികൾ, പൊളിക്കാനിട്ട വണ്ടികളൊക്കെ എടുത്ത് കൊടുന്ന് നമുക്ക് ശരിയാക്കണ പണിയൊക്കെ ഉണ്ട്. അപ്പം ഞാനത് ഇനി പഠിച്ചിട്ട് വരാം. എൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അല്ലാണ്ട് പഠിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ വന്നിട്ട് ഭയങ്കര പ്രോ പ്ലെയർ ആയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടാറ്റ, താങ്ക് യു, ബൈ.